ജെനസിസ് ചാപ്റ്റർ 18:14. അബ്രഹാമിൻ്റെ ഭവനത്തിൽ ദൈവം സന്ദർശിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അബ്രഹാം ദൈവത്തെ സ്വീകരിക്കുന്നു. ആമേൻ. ദൈവം ആമേൻ. ആ 3 വ്യക്തികൾ എന്നാണ് പറയുന്നത് കേട്ടോ. ആമേൻ. ദൂതന്മാരാണെന്ന് പറയുന്നവരുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നവരുണ്ട്. ആമേൻ. എന്തു ആയിക്കോട്ടെ, എന്താണെങ്കിലും സ്വർഗത്തിൽ നിന്നുള്ള ആമേൻ ദൈവമാണ്. ആ ദൈവിക സന്ദർശനം അബ്രഹാമിൻ്റെ ജീവിതത്തെ തന്നെ, അബ്രഹാമിൻ്റെ വീടിനകത്തുണ്ടായ വലിയ മാറ്റങ്ങളാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു, അബ്രഹാം അവർക്ക് ആഹാരം കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശേഷം നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചു. ഭാര്യ അകത്ത് നിന്ന് കേൾക്കുക, കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അടുത്ത ആണ്ട് ഈ സമയത്ത് നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അടുത്തയാണ്ട് ഈ സമയത്ത് മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം സാറ അകത്ത് നിന്നൊന്ന് ചിരിച്ചു. കാരണം സാറായിക്കറിയാം സാറയുടെ അവസ്ഥ, ആമേൻ, അബ്രഹാമിൻ്റെ അവസ്ഥയും സാറയ്ക്കറിയാം. ഇത് സാധ്യമാകാൻ യാതൊരു ന്യായവും ഇല്ലെന്ന് കണ്ടപ്പോൾ സാറയ്ക്ക് അങ്ങ് ചിരി വന്നു. എന്തൊരു മണ്ടത്തരമാണ്, എന്തൊരു ഭോഷത്തരമായി പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്തൊരു ദൂത, ആമേൻ, അറിയാതെ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞൊരു ചിരി ചിരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ഭാര്യ എന്തിനാ ചിരിക്കുമെന്ന് ചോദിച്ചു. അയ്യോ ഇല്ല, ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു പദമായി, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ആമേൻ. ആ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഉപയോഗിച്ച പാത്രമായ കന്യക മറിയാമിൻ്റെ ബെഡ്റൂമിനകത്ത് ദൂതൻ ഇറങ്ങി പറയുന്ന ഒരു വാക്കാണ്. ആ വാക്കെന്താണ്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, 2 ആമേൻ അസാധ്യമായ സാഹചര്യങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞ ഇമ്പോസിബിൾ സിറ്റുവേഷൻസ്. ഒന്ന്, അബ്രഹാമിൻ്റെ പ്രായവും സാറായുടെ പ്രായവും. അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും സാറയുടെ ശരീരത്തിൻ്റെ അവസ്ഥയും നമുക്കറിയാം. അത് ആ ഭവനത്തിനകത്ത് അടുത്ത് ഒരു തലമുറ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് മറിയയുടെ അടുക്കൽ വന്നിട്ട് ദൂതൻ പറയുക, നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ മറിയ ചോദിച്ചത്, എങ്ങനെ സംഭവിക്കാൻ? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാൻ പുരുഷനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, വിവാഹ നിശ്ചയമായിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കും. ആമേൻ. ഇങ്ങനെ വേണേൽ പറയാം, നമ്മുടെ കർത്താവ് അസാധ്യമായ സാഹചര്യങ്ങളെ സാധ്യമാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ്. നമ്മളോടും ദൈവാത്മാവ് പറയുന്നത്, നിങ്ങളുടെ സാഹചര്യം എത്ര അസാധ്യമെന്ന് സകലരും പറഞ്ഞതാണെങ്കിലും, നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിലും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് അച്ചായൻ്റെ മുഖത്ത് നോക്കിയാണ് ഇന്ന് കർത്താവ് ചോദിക്കുന്നത്. ആൻറ്റിയോടാണ് ദൈവം ചോദിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുക, കുഞ്ഞെ, നീ വിചാരിക്കും നിനക്ക് അസാധ്യമാണെന്ന്. നിന്നോട് എല്ലാവരും പറഞ്ഞു ഇത് നടക്കത്തില്ലെന്ന്. ആമേൻ. ഡോക്ടർമാർ പറഞ്ഞു അസാധ്യമാണെന്ന്. പക്ഷേ അസാധ്യമായ സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ കർത്താവിനുണ്ട്. ആമേൻ. സ്പെഷ്യലിസ്റ്റാണ്. അവൻ പറയുന്നു, ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് സകലതും സാധ്യമാണെന്ന് ദൈവത്തോട് പറയുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ കർത്താവ് സ്പെഷ്യലിസ്റ്റാണ്. എന്തിൽ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിൽ നമ്മുടെ ദൈവം സ്പെഷ്യലിസ്റ്റാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ.